ഇത് എന്നാ തീരുക? 2025 ഡിസംബറിൽ. ഇനി മുതൽ പെണ്ണുങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പേടിയായിരിക്കും. അതെ, ഇനി മുതൽ പെണ്ണുങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പേടിയായിരിക്കും. ഇതേപോലെ വൈറലാകാൻ വേണ്ടി കുറെ കാര്യമൊന്നുമില്ല. ഫോട്ടോ കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. ഇവിടെ നിങ്ങൾ കാണുന്നത് അൽഹംദുലില്ലയോ? ഓക്കെ, ബാക്കിൽ എഴുതിയിരിക്കുന്ന ഷിംജിത മുസ്തഫ ബുർക്കയിൽ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. അത് വലിയ മുഖമുറി ഇടേണ്ട കാര്യമൊന്നുമില്ല. ഫോട്ടോ കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. ഇവിടെ നിങ്ങൾ കാണുന്നത് അത് കേട്ടപ്പോഴാണ് എനിക്ക് അതിശയം തോന്നിയത്. എന്താ വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാളെ നേരിട്ടറിയാതെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് അറിയാതെ, അദ്ദേഹത്തിൻ്റെ ഒപ്പത്തിനൊപ്പം ഇരുന്ന് ഒരുപാട് നേരം അദ്ദേഹത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി കേൾക്കാതെ എങ്ങനെയാണ് നമുക്കൊന്ന് അസസ് ചെയ്യാൻ പറ്റുക? വാലിഡ് പോയിന്റ് ആട്ടോ ആളുടെ ബിഹേവിയർ. നമ്പർ 1. നമ്പർ 2, ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അസസ് ചെയ്ത് പറയാനുള്ള ഒരു ലൈസൻസ് ഉള്ളൂ. കറക്റ്റ്. കൗൺസിലർക്കോ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിനോ ഒന്നുമല്ല. ക്ലിനിക്കലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന കാര്യമാണ്, ഇദ്ദേഹത്തിന് ഇന്നതാണ് എന്ന് പറയാൻ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ താഴെ ഒരു ബസ്സിൽ നിന്നിട്ടുള്ള ഒരു കാര്യം വെച്ച് വലിയ ലോങ് ഡെഫിനിഷൻസ് ഒക്കെ ഇട്ട് ഒരു വ്ളോഗ് എടുത്തപ്പോൾ അതിൽ കൂടെ നഷ്ടമായത് 3 പേരുടെ ലൈഫാണ്. മേളിലത്തെ ഫോട്ടോയ്ക്കകത്ത് കഷായം ഗ്രീഷ്മ ഷാരോണിന് കഷായം നൽകുന്നതിന് മുമ്പ് ആ ഒരു എന്താ പറയുക ബോട്ടിലിനകത്തോട്ടത് ചേഞ്ച് ചെയ്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ നിന്ന് ചിരിച്ചുകൊണ്ട് ആ ഒരു ക്യാമറയുടെ മുമ്പിൽ അവൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നതാണ്. താഴത്തെ സംഭവത്തിൻ്റെ അകത്താണെങ്കിൽ മറ്റൊരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ സ്വന്തം ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുള്ള ഷിംജിത എന്ന് പറയുന്ന ഇന്ന് നിലവിൽ ഒളിവിൽ കഴിയുന്ന എന്താണ് ഇപ്പോൾ പോലീസ് ലുക്കൗട്ട് നോട്ടീസ്, ജാമ്യമില്ലാ വകുപ്പ്, ഇതൊക്കെ വാറണ്ടൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ആൾ മുങ്ങിയിട്ടുണ്ട്. ഇതുവരെ ആളെ കണ്ടെത്തിയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ 2 ഫ്രെയിം കാണുമ്പോൾ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കാര്യം, ഇവിടെ ഈ ഒരു വിഷയം, ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് സമൂഹത്തിൻ്റെ അകത്ത്. തീർച്ചയായിട്ടും ആണായാലും പെണ്ണായാലും ജെൻഡറൊന്നുമല്ല, അവിടെ ആർക്കാണെങ്കിലും ഈ നിരപരാധികളെ ഇങ്ങനെ ക്രൂരമായിട്ട് വേട്ടയാടുന്ന ഒരു പരിപാടി ഒഴിവാക്കണം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടെ അഡ്രസ്സ് ചെയ്ത് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതായത് നിലവിൽ ഈ ഒരു വിഷയം നടക്കുന്നു. ഞാനതിൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതായത് നിലവിൽ ഇങ്ങനൊരു വിഷയം വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഇനി ഇപ്പം ബസ് യാത്ര നടത്തുന്ന സമയത്തോ ട്രെയിൻ യാത്ര നടത്തുന്ന സമയത്തോ ഒരു പൊതുസ്ഥലത്തോ മറ്റേതെങ്കിലും ഇടങ്ങളിലും നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഒരു മോശമായ ഒരു ബിഹേവിയർ ഒരു പുരുഷനിൽ നിന്നുണ്ടായി, ഒരു ഞരമ്പ് രോഗിയിൽ നിന്നുണ്ടായി. ആ ഞരമ്പ് രോഗിയിൽ നിന്നുണ്ടായ ആ ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് പ്രതികരിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എയറിൽ കയറ്റും, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ കൊല്ലാക്കൊല ചെയ്യും. ഒരു മനുഷ്യനെ കൊണ്ട് അനാവശ്യമായിട്ട് ഞാൻ അനാവശ്യം തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം ചെയ്തു എന്നുള്ളൊരു സംഭവം ഉണ്ടാകുന്നത് കൊണ്ട് ഒരു ഭയം ഇനി സ്വാഭാവികമായിട്ടും ഇനി ഇരകളാകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളത് കാണാതെ ഒരിക്കലും പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇനി ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയം കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പൊതുസ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് മേൽ ഒരു അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള നാവ് പൊങ്ങത്തില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ അങ്ങനെ ഭയക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇങ്ങനൊരു ഭയം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല മലയാളി സമൂഹം. നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം. പ്രതികരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അവിടെ പോലീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ, അവരതിനുശേഷമുള്ള അന്വേഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചുറ്റുപാട് എല്ലാം നോക്കുമല്ലോ. അതിനുശേഷം തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഭയക്കേണ്ട കാര്യമില്ല, പ്രതികരിക്കാതിരിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതുപോലുള്ള എവിഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാഹചര്യമുണ്ട്, തീർച്ചയായിട്ടും ആ ഫൂട്ടേജ് എടുക്കുക. പക്ഷേ അത് പബ്ലിഷ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ആകരുത്, മറിച്ച് അതെല്ലാം നിങ്ങൾ പോലീസിലേക്കോ ഉന്നത അധികാരികളിലേക്കോ കോടതികളിലേക്കോ എത്തിച്ചുകൊണ്ട് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുകയും വേണം. ഇതുപോലുള്ള ഞരമ്പ് രോഗികൾക്ക് ജയിൽവാസം കിട്ടുകയും വേണം. ശിക്ഷ, കടുത്ത ശിക്ഷ മാതൃകാപരമായി ലഭിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റൊന്നിൽ അഭിപ്രായമുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കോളജി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ ഷിംജിതയുടെ തന്നെ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഈ പുള്ളിക്കാര്യത്തിൽ റിയൽ ക്യാരക്ടർ, പ്രതികരണ ശേഷിയൊക്കെ നല്ലതാണ്, ഇത് കണ്ടു നോക്കൂ. അത് നേരെന്നറിയോ, വടകരയിൽ വണ്ടിയായിട്ട് ഒരു 2 എന്തൊരവസ്ഥ, അത് എത്ര നേരെന്നറിയോ, വടകരയിൽ വണ്ടിയായിട്ട് ഒരു 2 കിലോമീറ്റർ പോലും നീങ്ങിയിട്ടില്ല, 1 മണിക്കൂറായിട്ടും. എപ്പോൾ തുടങ്ങിയ ഹൈവേന്റെ പണിയായത്? ഇത് എന്നാ തീരുക? 2025 ഡിസംബറിൽ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ പണിയാ. എന്താ ഉണ്ണിയപ്പ ചട്ടി പോലെ കിടക്കുന്നു, ആരോട് പറയാനാ?
ഇപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയുടെ കഥയൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഉണ്ണിയപ്പച്ചട്ടിയും ചട്ടിയിൽ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നതും തിളയ്ക്കുന്ന എണ്ണ വാർത്ത് കളയുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഇതേ സംഭവം കേരള സർക്കാർ ഇവൾക്കൊരു ഫ്ലൈറ്റ് വാങ്ങി കൊടുത്തിരുന്നെങ്കിൽ ഇവൾക്ക് ഓക്കെ ബസ്സിൽ കയറുന്നത്, ഇവൾ ബസ്സിൽ കയറിയത് ഏതെങ്കിലും ആണിനെ കുടുക്കി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇവൾക്ക് ആ ജയിലിലേക്കുള്ള വഴി തുറന്നു കൊടുക്കും സർക്കാർ. സീരിയസ്ലി പറയാം, പുള്ളിക്കാരത്തിൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന എന്ത് തരത്തിലൂടെയെങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ഭയം ഇവരുടെ പേര് വരണം എന്നുള്ളൊരു കാര്യം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഫെയിം ആഗ്രഹിച്ചൊരു സംഭവമാണ്. ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം ഒരു കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പഠനം കഴിഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണ് ഇങ്ങനെ കാണിക്കുന്ന കാര്യമാണ് അത്ഭുതം എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ഫോട്ടോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇത് റിയൽ ആണോ എന്നൊന്നും അറിയത്തില്ല. ഇതായിരിക്കുന്നു. അൽഹംദുലില്ലയോ ഓക്കെ, ബാക്കിൽ എഴുതിയിരിക്കുന്ന ഷിംജിത മുസ്തഫ ബുർക്കയിൽ. അപ്പോൾ ഇത് ഒളിവിലായിരിക്കുന്ന സമയത്തുള്ള ഇതാ പറഞ്ഞത്, പുള്ളിക്കാരത്തി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പുള്ളിക്കാരത്തിയെ പേരും ഫേസ് ഇതെല്ലാം പബ്ലിക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ബഷീർ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് സംസാരിച്ചിട്ടുണ്ട്, നോക്കാം. ഇനി മുതൽ പെണ്ണുങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പേടിയായിരിക്കും. അതെ, ഇനി മുതൽ പെണ്ണുങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പേടിയായിരിക്കും. ഇതേപോലെ വൈറലാകാൻ വേണ്ടി കുറെ പേര് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കണോണ്ടിട്ട് ശരിക്കും ഒരു സംഭവം നടന്ന പെണ്ണുങ്ങളിൽ മിണ്ടാതിരിക്കേണ്ട അവസ്ഥ വരും. എന്താ വെച്ചാൽ പേടിയായിരിക്കും റിയാക്ട് ചെയ്യാൻ. ആൾക്കാർ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള പേടിച്ചിട്ട് ഇതേപോലെ ആരെങ്കിലും പോയി മരിക്കുമെന്നും പേടിച്ചിട്ടും പേടിയായിരിക്കും. സത്യമാണ്, അത് ഉറപ്പായിട്ടൊരു കാര്യമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ത്രീ കൈപൊക്കിക്കൊണ്ട് എനിക്കൊരു അതിക്രമം എൻ്റെ മേൽ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ നമ്മൾ ഇപ്പം ഈ ഷിംജിത മുസ്തഫ ഈ ഒരു വിഷയമായിട്ട് ഏറ്റെടുത്ത് പബ്ലിഷ് ചെയ്ത സമയത്ത് ആദ്യത്തെ പ്രതികരണം മൊത്തം ഈ ദീപക്കിനെതിരെ ആയിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയങ്ങളിലെല്ലാം ഇദ്ദേഹത്തിന് വളരെയധികം മോശമായ രീതിയിൽ അനാവശ്യമായ വാക്കുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ഇത് താങ്ങാൻ വേണ്ടിയിട്ട് കഴിയാതെ ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ സമയം മുതൽ എല്ലാവരും ജാഗരൂകരായി ഉണർന്നു. അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് വന്നത്. അതിന് മുമ്പ് അദ്ദേഹത്തെ തെറി വിളിച്ചവർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും അല്ല, വളരെ കുറച്ച് പേര് അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇപ്പം ഒരു സ്ത്രീക്ക് മേലൊരു ഇങ്ങനെയുള്ളൊരു അതിക്രമം നടന്നു എന്ന് പറഞ്ഞ കാര്യം ആ ഒരു പെൺകുട്ടി പബ്ലിക്കിലേക്ക് ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പ്രീ ജഡ്ജ്മെൻ്റലായിട്ടുള്ള രീതിയിൽ സമൂഹം മാറും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയമില്ലല്ലോ, നിങ്ങൾക്കും ഇല്ലല്ലോ. അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ ആ ഒരു ഭയം കൊണ്ടാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഇന്നലെ ഹാഷ്മിയുടെ 24 ചാനലിൻ്റെ അകത്ത് നടന്ന ഒരു ന്യൂസ് ഡിബേറ്റിൻ്റെ അതിൻ്റെ ഒരു ഫസ്റ്റ് അദ്ദേഹം പറയുന്ന ആ ഒരു ഇൻട്രോ ഉണ്ടല്ലോ, സീരിയസ്ലി അത് കേൾക്കേണ്ടതാണ്. കാരണം ഇവിടെ ഇപ്പം ആൺ പെണ്ണൊക്കെ മാറ്റി നിർത്തിയാലും ഇവിടെ ഒരു കൂട്ടം സ്ത്രീകൾക്ക് ഈ പുരുഷന്മാരോട് കടുത്ത വിരോധം വച്ച് പുലർത്തുന്നുണ്ട്. അതിന് കാരണം ചില എന്താണ് സാമൂഹികമായിട്ടുള്ള ചില മുന്നേറ്റം, ചില ആശയപരമായ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിലും അവിടെ പക്ക ഒരു മാൻ ഹേറ്റ് നടക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് പലതരങ്ങളിലും പല ഇടങ്ങളിലും പുരുഷന്മാരാൽ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയല്ലേ ഇവിടുത്തെ മുഴുവൻ ആണുങ്ങളും പറയുന്നത്. അഥവാ ഈ പറയുന്ന മെജോറിറ്റി ആണുങ്ങളും അതിനൊപ്പം നിൽക്കുന്നത്. ഏതൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും അവിടെ ആദ്യം ഓടിയെത്തുന്ന ചിലപ്പോൾ സ്ത്രീകളായിട്ടില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആണുങ്ങൾ ഓടിയെത്തത്തില്ലേ. ആ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നല്ല, പല ഇൻസിഡൻറ്റ് കണ്ടിട്ടുണ്ട്. പട്ടിയെ തെരുവ് പട്ടി ഓടിച്ച് ആക്രമിക്കുന്ന പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓട്ടച്ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് പോയപ്പോൾ ആ ഓട്ടക്കാരന് കടിയിട്ട് കാര്യം നമ്മൾ കാണുന്നത്. ഇത് കാര്യങ്ങൾ ഒരുപാടുണ്ട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ. അതേപോലെ തന്നെ അതിക്രമങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളിലും ഈ പറഞ്ഞ പുരുഷ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു അതിക്രമം നമ്മൾ ആരും കാണാതെ പോകുന്നില്ല. അങ്ങനെ ചെയ്യുന്നവനെ പബ്ലിക്കിന്റെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊട്ടിക്കുന്ന വീഡിയോസ് അത്രയും പുറത്തു വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആരും അത്രയും ഇതായിട്ടൊന്നും നമ്മൾ ചിന്തിക്കണ്ട. നേരെ പോലീസ് സ്റ്റേഷനിൽ എടുക്കാൻ പറയാറുണ്ട്. എനിക്ക് ഇന്നപോലെ ഇന്ന ആൾക്കെതിരെ കംപ്ലൈന്റ് എന്ന് പറയായിരുന്നു. പോലീസുകാരെ വീഡിയോ കാണിക്കായിരുന്നു. ഇതൊന്നും ഇല്ലാണ്ട് വീട്ടിൽ പോയിരുന്നിട്ട് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ട് നല്ല പോഷൻ നോക്കി കട്ട് ചെയ്തിട്ട് നേരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറലാൻ വേണ്ടിയാ. അവളും വൈറലായി, ആളും വൈറലായി. അതെ, അതാ പറഞ്ഞ ഈ പുള്ളിക്കാരത്തിൻ്റെ വീഡിയോയുടെ കറക്റ്റ് സ്പീഡിലല്ല, അഥവാ സ്ലോ മോഷനിലേക്ക് മാറ്റിയിട്ടാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി ഈ സാധനത്തിൽ തന്നെ ഞാൻ സ്ലോ മോഷൻ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ അപ്പം അതിനെ എന്ത് അർത്ഥത്തിൽ വേണമെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻറ്റൻഷനലി അല്ലാത്തൊരു കാര്യം പോലും അവിടെ ഈ ബസ്സിൻ്റെ യാത്രയുടെ സ്പീഡ് എന്തായിരിക്കും, ആ ഒരു സാധനത്തിൻ്റെ റിയലല്ല ആ ഒരു ഫുട്ടേജിൻ്റെ സ്പീഡൊക്കെ കുറച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ബാഗ് പൊക്കുന്നതിന് തൻ്റെ മാറിടത്തിലേക്ക് എത്തി എന്നുള്ള രീതിയിലേക്കൊക്കെ വക്രീകരിച്ചുകൊണ്ട് അവിടെ ആ പുള്ളിക്കാരത്തി അവരുടെ പല വീഡിയോസും ഞാൻ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ട പല വീഡിയോസ് വെച്ച് നോക്കിയപ്പോഴേക്കും മുൻകാല വീഡിയോസ് നോക്കിയപ്പോഴേക്കും പബ്ലിസിറ്റി സ്റ്റണ്ട് മനസ്സിലാവുന്നുണ്ടോ? പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിച്ചിരുന്ന ആളാണ് ഇപ്പം അവർ വൈറലാവാൻ ശ്രമിച്ചത്. ഇപ്പൊ എല്ലാരും ഈ ശരിക്കും പറഞ്ഞ ആണുങ്ങൾക്ക് ബസ്സിൽ കയറാൻ പേടിയാ. ബസ്സിൽ മാത്രമല്ല തിരക്കുള്ള സ്ഥലത്ത് പോകാൻ പേടിയാ. കാരണം അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും മുട്ടിയാൽ പോലും പ്രശ്നമാണ്. മനസ്സിലായോ? ഭയങ്കര സാഹചര്യം. അപ്പൊ ഇത് വെറുതെ വൈറലാകാൻ വേണ്ടി എന്തെങ്കിലും ഇനി ഇതിനകത്തൊരു വലിയ പ്രശ്നം ആണുങ്ങൾക്ക് ഉണ്ട്.
കാരണം ഏതെങ്കിലും ഒരു ധൃതിയിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലേക്ക് പോകുമ്പോൾ ബസ് ഭയങ്കര തിരക്കായിരിക്കും, ആൾക്കാർ ഒരുപാട് കയറാനുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ സാധാരണ ബസ് കഴിയുമ്പോഴേക്കും ഒരുമിച്ച് ഇന്ന് കൂട്ടത്തോടെ കയറുകയാണല്ലോ പതിവ്. കാരണം ബസ് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കും. അപ്പോൾ ആ ഒരു എടുക്കുന്നതിൻ്റെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കയറണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൻ്റെ അകത്ത്, എത്ര വേഗം ഇവിടെ എത്തണം, എന്തായാലും സീറ്റ് കിട്ടണം, ഇങ്ങനെ കുറേ കാര്യം നിൽക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാഹചര്യമുള്ളവരായിരിക്കും, ഇതിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു സീറ്റ് കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ചിലപ്പോൾ ഉന്തി തള്ളി കയറിപ്പോവും. ഈ ഉന്തലും തള്ളതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ശരീരത്തിൻ്റെ അകത്ത് അറിയാതെ സ്പർശിച്ച് കഴിഞ്ഞാൽ, തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തിനാണ് അതിങ്ങനെ ചെയ്തത്? ചിലപ്പം ഇയാൾ നിരപരാധിയായിരിക്കും. ഇയാൾ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഓട്ടപ്പാച്ചിൻ്റെ ഇടയിൽ എങ്ങനെ ഒരു ദേഹം തട്ടിയിട്ടുണ്ടാവും. എന്തിനാണ് അതിൻ്റെ ദേഹം തട്ടി? ആ നിമിഷം അയാൾക്ക് അടിപറ്റും. അപ്പം സ്വാഭാവികമായിട്ടും ഇനിയുള്ള ഈ ആണുങ്ങൾക്കും, കാരണം ഒരേ സമയത്ത് ഇരകളാകാൻ സാധ്യതയുള്ള പെണ്ണുങ്ങൾക്കും അതോടൊപ്പം തന്നെ ആണുങ്ങൾക്കും, ഒരു നിരപരാധികളായിട്ടുള്ള ആണുങ്ങൾക്കും ഇതൊരു വലിയൊരു പ്രശ്നമാണിത്. ഒരു വല്ലാത്തൊരു ട്രോമാറ്റിക് കണ്ടീഷനാണ് ഇവിടെ സാമൂഹിക ഒരു അരക്ഷിതാവസ്ഥ ഈ ഒരു കാരണം കൊണ്ട് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന് തുറന്നു പറയാൻ ഭയം കാരണം പല സ്ത്രീകൾ ഇത് ഉള്ളിൽ ഒതുക്കേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലേക്ക് പോകുന്ന പുരുഷന്മാർ അറിയാത്ത തെറ്റിന് അവർ കുറ്റവാളിയാകുന്ന ഒരു സാഹചര്യം വന്നേക്കാം. അത് രണ്ടും പബ്ലിക്കില് പോസ്റ്റ് ചെയ്യുക, അതും ആ വീഡിയോ എടുത്ത സ്റ്റൈലൊക്കെ തന്നെ ഉണ്ടല്ലോ, ഇതിങ്ങനെ പിടിച്ചിട്ട് കറങ്ങി ഇടയ്ക്ക് ചിരിച്ചോണ്ടൊക്കെ എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഒരാളുടെ ജീവൻ എടുക്കേണ്ട അവസ്ഥ ഒന്നുമില്ല. അയാൾക്ക് എത്രത്തോളം ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, പോയി മുട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി. പിന്നെ പൊതുവെ ഞാനൊന്നും ഈ പ്രതികരണ വീഡിയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല, അതുകൊണ്ടിട്ടാണ് പിന്നെ ഇങ്ങനെയൊന്നും പ്രതികരിച്ചൊന്നും പറയാതെ. പിന്നെ നിങ്ങൾ ബഷീറുടെ വളരെ വ്യക്തമായ രീതിയിലുള്ള നിലപാടാണ് ഈ കാര്യത്തിൻ്റെ അകത്ത്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇനി നമ്മുടെ ഹാഷ്മി ഇന്നലെ പറഞ്ഞ 24ന്റെ ചെറിയൊരു ഭാഗം മാത്രം. യെസ്, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ ആൺ ശവങ്ങൾ ഏതോ സമാന്തര ലോകത്തിൽ ഐക്യത്തിലെന്ന് നോക്കി പൂട്ടിരിക്കുന്ന പുറകോട്ടിൽ അടങ്ങരുത്. ഫോൺ നോക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് എടുത്ത് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കേറട്ടെ. ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. ഇതിനപ്പുറത്തൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. ഇത് ഒരു സൈക്കോളജിസ്റ്റ് സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിന് വിശദമായിട്ട്. വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ളി വൈറലായിട്ട് പോകുന്നു ശ്രീ ദീപകിന്റെ മരണം. അതിന് കാരണക്കാരിയായ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, പൊതുപ്രവർത്തക. ഇതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. എന്തെന്ന് വെച്ചാൽ ഇതിന് 2-3 ഭാഗങ്ങളായിട്ടാണ് ഈ കുട്ടി ഇതിൻ്റെ വീഡിയോസ് ഇട്ടത്. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഇതിന് ഈ നടന്ന സംഭവത്തിനെ പറ്റി പല ആംഗിളിലായിട്ട് ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്പിങ്സ്. രണ്ടാമത്തത് അത് എഡിറ്റ് ചെയ്തത് കൂടെയാണ്. അതായത് ഫസ്റ്റ് ഒരു രീതിയിൽ ആ കുട്ടി എടുത്തേക്കുന്നു, മറ്റൊരു രീതിയിൽ 2-3 ആംഗിളിൽ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ കുറേ സൈക്കോളജിക്കൽ ടേംസ് ഇതിന് പറയുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ കുട്ടിയുടെ പ്രൊഫൈലൊക്കെ തപ്പിപ്പോയത്. എന്താ വെച്ചാൽ നമ്മൾ അറിയണമല്ലോ, കൃത്യമായിട്ട് നോക്കിയപ്പോൾ ആളൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് തന്നെയാണ്, ഒരു പൊതുപ്രവർത്തകയാണ്. പക്ഷേ ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് പാലിക്കേണ്ട കുറച്ച് എത്തിക്സ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരാളെ സോഷ്യലി അല്ലെങ്കിൽ ആളെ പബ്ലിക്കായിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ ആ ആളുടെ പേരെടുത്ത് പറയുകയോ അല്ലെങ്കിൽ ആ ആളുടെ ഫേസ് എടുത്ത് കാണിച്ച് ചെയ്യാനോ ഉള്ളൊരു അധികാരമില്ല ആളുടെ പെർമിഷൻ ഇല്ലാതെ. സാധാരണഗതിയിൽ ഇതേപോലെ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നടക്കുമ്പോൾ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇതേപോലെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നടക്കുമ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്. അതായത് ഇതിനെതിരെ പ്രതികരിക്കണം. അറ്റ്ലീസ്റ്റ് ഇത് ചെയ്ത ആൾ എന്നീ കുട്ടി ആരോപിക്കുന്ന ഇദ്ദേഹത്തോട് ഈ കുട്ടി പ്രതികരിച്ചിട്ടില്ല. ഇദ്ദേഹം വേറെ ആൾക്കാരെ എന്തൊക്കെയൊക്കെയോ ചെയ്തു എന്നീ കുട്ടി കണ്ടു എന്ന് പറയുന്നു. അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല. അപ്പം അൺടിൽ ആൻഡ് അൺലെസ് ഇതിനകത്തെ റോ ആയിട്ടുള്ള ഫുട്ടേജ്, കുട്ടി തന്നെ പല മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഞാനിത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് പറയുന്നുണ്ട്. സോ ഇതിനകത്ത് റോ ആയിട്ടുള്ള ഒരു ഒറിജിനൽ ഫുട്ടേജ് കണ്ടാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 2-3 സൈഡിൽ നിന്ന് കുട്ടി വളരെയധികം ജോവിയലായിട്ട്, അതായത് ഇത് കാണിക്കേണ്ടതായിട്ടുള്ള ഫ്രസ്ട്രേഷനോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു നോർമലായിട്ടുള്ളൊരു ക്യാഷ്വൽ വ്ളോഗ് എടുക്കുന്ന ഒരു രീതിയിലാണ് പല സൈഡിൽ നിന്ന് ആംഗിളിൽ നിന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള കുറേ എക്സ്പ്ലനേഷൻസ് സൈക്കോളജിക്കലായിട്ട് പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് അതിശയം തോന്നിയത്. എന്താ വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാളെ നേരിട്ടറിയാതെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് അറിയാതെ, അദ്ദേഹത്തിൻ്റെ ഒപ്പത്തിനൊപ്പം ഇരുന്ന് ഒരുപാട് നേരം അദ്ദേഹത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി കേൾക്കാതെ എങ്ങനെയാണ് നമുക്കൊന്ന് അസസ് ചെയ്യാൻ പറ്റുക ആളുടെ ബിഹേവിയർ? നമ്പർ 1. നമ്പർ 2, ക്ലിനിക്കലായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അസസ് ചെയ്ത് പറയാനുള്ള ഒരു ലൈസൻസ് ഉള്ളൂ. കൗൺസിലർക്കോ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിനോ ഒന്നുമല്ല. ക്ലിനിക്കലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന കാര്യമാണ്, ഇദ്ദേഹത്തിന് ഇന്നതാണ് എന്ന് പറയാൻ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ.
ഓക്കെ. അപ്പം ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ താഴെ ഒരു ബസ്സിൽ നിന്നിട്ടുള്ള ഒരു കാര്യം വെച്ച് വലിയ വലിയ ലോങ് ഡെഫിനിഷൻസ് ഒക്കെ ഇട്ട് ഒരു വ്ളോഗ് എടുത്തപ്പോൾ അതിൽ കൂടെ നഷ്ടമായത് 3 പേരുടെ ലൈഫാണ്. 3 പേർ 3 പേരാണ്. കാരണം അദ്ദേഹം ഒറ്റ മകനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവൻ പോയതോടുകൂടി ആ പാവങ്ങൾക്കും കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥയായി അല്ലേ. എന്തിന്, ആർക്ക്, എന്ത് പ്രയോജനം ഉണ്ടായി? എന്തെങ്കിലും ഒരു തരത്തിൽ ഇതേപോലൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ കാണുവാണെങ്കിൽ ലീഗലായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യൂ, അല്ലെങ്കിൽ ആ ആളോട് നേരിട്ടൊന്ന് പ്രതികരിക്കുക. അല്ലാതെ പുള്ളിയെ പോലും അറിയാണ്ട്, പുള്ളിയുടെ നോളജ് ഇല്ലാതെ ഈ ഒരു വീഡിയോ എടുത്ത് പുള്ളി വീട്ടിലെത്തി വേറെ പല ആൾക്കാർ പറഞ്ഞപ്പോഴായിരിക്കാം പുള്ളി ഇത് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് അതിൻ്റെ തലേന്ന് പോലും വൈകിട്ട് അവർ കൺസോൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ മുറിയുടെ അകത്ത് ഒറ്റയ്ക്കിരുന്നപ്പോൾ ഇതിൻ്റെ ചിന്തകളെല്ലാം കൂടെ കയറിയിട്ടായിരിക്കും മനസ്സിന് കട്ടിയില്ലാണ്ട് അദ്ദേഹം ഈ ഒരു കാര്യത്തിലേക്ക് പോയത്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മളുടെ മുമ്പിൽ വരുന്ന കൗൺസിലിങ്സിൽ പോലും, കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്ന ഒരു കൗൺസിലിങ്ങിൽ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു ഹസ്ബൻഡും വൈഫും. അപ്പോൾ ഇതിനകത്ത് ഹസ്ബൻഡ് വൈഫിനെ അടിക്കുന്നുണ്ട്, വൈഫ് ഹസ്ബൻഡിനെ അടിക്കുന്നുണ്ട്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാം ചെയ്തു. പക്ഷേ വൈഫ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഈ ചെയ്തത് വെച്ച് എനിക്കറിയാം കേസ് കൊടുക്കാൻ, നീതി ന്യായവും എൻ്റെ ഒപ്പമായിരിക്കും. ഈ ഒരു കാര്യം കണ്ടും ഞാൻ സത്യത്തിൽ ഷോക്ക്ഡായിപ്പോയി. ഞാനപ്പം ആളോട് പറഞ്ഞു, നോ, ഇവിടെ പെണ്ണെന്നും ആണെന്നും വെവ്വേറെ ആയിട്ടൊന്നും ഇല്ല, ഈക്വൽ ആയിട്ടുള്ള റൂളും ലോയുമാണുള്ളത്. ആരെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നത്, ഇൻസൾട്ട് ചെയ്യുന്നത്, 2 പേർക്കും ഈക്വലായിട്ട് ഒരു ജസ്റ്റിസ് വരണം. നോട്ട് ജസ്റ്റ് ഫോർ വിമൻ ബട്ട് ഫോർ മെൻ as well. അല്ലേ? ബോത്ത് ഡിസേർവ് ഫ്രീഡം, ബോത്ത് ഡിസേർവ് ജസ്റ്റിസ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണടച്ച് നമ്മൾ ഒരു ഭാഗം കേൾക്കുമ്പോൾ മറുഭാഗത്തുള്ള എത്രയോ പേരുടെ ലൈഫാണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. എത്രയോ മാരേജസ് ആണ് ഫ്ലോപ്പായി മാറുന്നത്. എത്രയോ പേരാണ് നാട് വിട്ടു പോകേണ്ട അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പം തെറ്റ് ചെയ്യുന്നവർ കൃത്യമായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷേ തെറ്റ് ചെയ്യാത്ത എത്രയോ നിരപരാധികളാണ് ഇവിടെ അകപ്പെട്ടു പോണത് അല്ലേ. ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ, ഒരു മെന്റൽ വെൽനസ് ഫേം നടത്തുന്ന ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, മെൻസ് കമ്മീഷൻ ഷുഡ് ഓൾസോ ബിക്കം വെരി സ്ട്രോങ് ലൈക്ക് വിമൻ. എല്ലാവർക്കും ദേ ഓൾ ഡിസേർവ് ജസ്റ്റിസ് ആൻഡ് ദേ ഓൾ ഡിസേർവ് ദ റൈറ്റ് ലോ. പക്ക ഒന്നും പറയാനില്ല. ലക്ഷ്മി ഗിരീഷ് കുറുപ്പ് എന്ന് പറയുന്ന അവരുടെ ഒരു വീഡിയോ കണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു ഗൈസ്. സത്യമായിട്ടും പറഞ്ഞാൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. വിദ്യാസമ്പന്നരായിട്ടുള്ള, കഴിവുള്ള, മികച്ച തലച്ചോറുകളുള്ള, ഇൻ്റലക്ച്വൽ ലെവലിൽ വളരെയധികം ഫോർവേഡായിട്ടുള്ള, IQ ലെവൽ വളരെ കൂടുതലായിട്ടുള്ള, എല്ലാത്തിലും മുമ്പന്തി നിൽക്കുന്ന മലയാളികളുടെ ഇടയിൽ നിന്ന് നടന്നൊരു വിഷയം. ഈ ഒരു വിഷയത്തിൻ്റെ പ്രത്യാഘാതം ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിയർ ബോംബ് ഇട്ടതിനെക്കാട്ടിലും വളരെ വലുതാണ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ട് മാത്രമാണ്. കാരണം ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിനെ ഇനി ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഡേ ടു ഡേ ലൈഫിൻ്റെ അകത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നിരന്തരം ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഗതാഗതമായിട്ട് ഈ ബസ്സിനെയോ പബ്ലിക് ട്രാൻസ്പോർട്ടിനെയോ ഒക്കെ ആശ്രയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെ സ്ത്രീക്കും ഒരേപോലെ പുരുഷനും 2 പേർക്കും ഇതൊരു വലിയൊരു ഭാരമാവാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന് വ്യക്തമായ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കണം. കാരണം ഒരുപാട് സ്പൂഫുകൾ, കോമഡി സ്കിറ്റുകൾ, മറ്റുള്ള കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഇറങ്ങുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല കേട്ടോ. ഈ ഒരു സാധനം നമ്മുടെ വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരടക്കം നന്നായിട്ട് എടുത്തിട്ട് ആഘോഷിക്കുന്നുണ്ട്. അത് പറയാതിരിക്കുന്ന നല്ലത്. അപ്പം അത്രത്തോളം വേറെ ലെവലിലേക്ക് കേരള സാർ, നമ്പർ 1 ലിറ്ററസി സാർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് പോയിട്ടുള്ളൊരു വലിയൊരു കാര്യമാണ്, ദുരന്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്കിടയിൽ ഒരു ആൺ പെൺ അകലം എന്നുള്ളൊരു സാധനം സത്യം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഈ പറയുന്ന എന്തെങ്കിലും വിഷയം കൺമുമ്പിൽ നടന്നു കഴിഞ്ഞാലും അവർ മൈൻഡ് ചെയ്യാതെ പോകും. അറിയുന്നവർ ദയവായി വിദേശത്തുള്ള ആൾക്കാരാണ് പറയുക. അവിടെ കൺമുമ്പിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രശ്നം നടന്ന ഒരാൾ വീണു, അല്ലെങ്കിൽ ഒരാൾക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർ നോക്കാതെ പോകുന്നതാണ് പറയുന്നത്. സത്യമാണോ കള്ളമാണോ എനിക്കറിയത്തില്ല, കാരണം ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരാൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒരുമിച്ചിറങ്ങുന്നേ. അവിടെ കൂടെ നിൽക്കുന്ന ആൺ പെണ്ണ് നോക്കാതെ എല്ലാം ഇറങ്ങും. പക്ഷേ ഇനി നോക്കുന്ന സമയത്ത് ഒരു പെണ്ണ് വന്ന് വീണ് കഴിഞ്ഞാൽ ചെന്ന് ഇനി പിടിച്ചതിന് ശേഷം നിയന്ത്രണ കയറി തോണ്ടി അല്ലെങ്കിൽ പിടിച്ചെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ മൊത്തത്തിലൊരു സാമൂഹിക അരക്ഷിതാവസ്ഥ ഈ ഒരു കാരണം മൂലം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്താവുമോ ഇതൊക്കെ ഗവൺമെൻറ് നന്നായിട്ട് മനസ്സിലാക്കി ഒരു പഠനം നടത്തി തീർച്ചയായിട്ടും സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് അടക്കം പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു വ്യക്തമായൊരു മാർഗ്ഗനിർദ്ദേശങ്ങളും, ഇതിനകത്ത് ഇങ്ങനൊരു സാഹചര്യം ബസ്സിൻ്റെ അകത്ത് ഉണ്ടായാൽ ഒരു സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അതിനെന്താണ് അവർ ആ സമയത്ത് സ്വീകരിക്കേണ്ട നടപടികളെന്നും ഇടപെടലുകളെന്നും അവരെയും ബോധവൽക്കരിച്ച് അവരുടെ ശക്തിയും തളരാതെ സ്ത്രീകൾക്കും അതിനകത്ത് ഒരു ഭയപ്പാടില്ലാതെ യാത്ര ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഗവൺമെൻറ്റിനോടാണ്. തീർച്ചയായിട്ടും എല്ലാം നല്ലതായിട്ട് തന്നെ വരട്ടെ. പിന്നെ ആ കുടുംബത്തിൻ്റെ വേദന അതിനൊപ്പം തന്നെയാണ് ഇപ്പോഴും ഞാൻ നിലനിൽക്കുന്നത്. സോ ഗൈസ്, നിങ്ങളെ പ്രധാന ന്യൂസിലെ അടുത്ത വീഡിയോ ബൈ.